അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉസ്താദിന് ഒരുപാട് മഹത്വമുള്ള പേരുകളുണ്ട്. കാരണം എന്താ, അത്ര മഹത്വങ്ങളുണ്ട് ഉസ്താദിന്. അതിനാരും അസൂയപ്പെട്ടിട്ടൊരു കാര്യവുമില്ല. അസൂയപ്പെട്ടവർ നശിക്കുകയല്ലാതെ, വിമർശിച്ചവർ നശിക്കുകയല്ലാതെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര കാലമായി ഉസ്താദിൻ്റെ പിന്നാലെ ഉസ്താദിനെ തകർക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നു. പക്ഷേ അവരാണ് അവസാനം തകർന്നത്. ഉസ്താദിൻ്റെ സ്ഥാനം അല്ലാഹു തആല ഉയർത്തിക്കൊണ്ട് ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണ്, അത് അല്ലാഹു തആല ഒരാളെ ഉയർത്താൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അതിനാർക്കും തടുക്കാൻ കഴിയില്ല മക്കളെ. അപ്പോൾ ഉസ്താദ് ഇത്ര പ്രായമായ ഈ സന്ദർഭത്തിലും ഉസ്താദിന് ആരോട് എന്ത് പറയണം, എന്ത് സംസാരിക്കണം എന്നുള്ള നല്ല ബോധ്യം ഉസ്താദിനുണ്ട്. അതുകൊണ്ട് ഉസ്താദിന് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഉസ്താദിന്, സുൽത്താനുൽ ഉസ്താദിന് മീഡിയക്കാരോട് എന്ത് പറയണം, അല്ല അതുപോലെ തന്നെ വലിയ വലിയ രാഷ്ട്രീയക്കാരോട്, അത് ഓരോരുത്തന്മാർ വ്യക്തികളുമായിട്ട് എന്താണ് പറയേണ്ടത്, അതിൻ്റെ ഹിമ്മത്തും അതിൻ്റെ ഓർമ്മയും അതിൻ്റെ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഉസ്താദിനെ അറിയാം. അതല്ലാതെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറ്റി ഇട്ടിട്ട് ഉള്ളിലിരുന്നു കൊണ്ട് മീഡിയയിൽ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്ന, തോന്നിവാസം പറയുന്നവർക്ക് അതിനേ നേരമുള്ളൂ. അവർക്ക് ഈ സമുദായത്തിന് ഒരു രൂപയുടെ ഉപകാരം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഉസ്താദിയുടെ എത്ര ആയിരക്കണക്കിന് ആളുകൾക്കാണ് അവർക്കുള്ള പട്ടിണി മാറ്റിയത്, അവർക്കുള്ള പ്രയാസങ്ങൾ അകറ്റിയത്. വിദേശ നാടുകളിൽ പ്രയാസപ്പെടുന്ന എത്ര ആളുകൾക്കാണ് ഉസ്താദ് തണലായത്. അത് മതം നോക്കാതെ, ഏത് രാജ്യക്കാരനെന്ന് നോക്കാതെ ഉസ്താദിന് കഴിയുന്ന എന്തെല്ലാം സേവനങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം ഉസ്താദ് വളരെ കൃത്യമായി നടത്തുന്ന ഒരു ഹിമ്മത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതാണ് അല്ലാഹു ഫി ഔനിൽ അബ്ദി മാക്കാനൽ അബ്ദു ഫി ഔനി അഖീഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഉസ്താദിൻ്റെ ജീവിതം ആ ഒരു നല്ല രീതിയിൽ കാരുണ്യത്തിൻ്റെ, മനുഷ്യരോടുള്ള ഒരു കാരുണ്യത്തിൻ്റെ ജീവിതമാണ്. അപ്പോൾ ഉസ്താദിനെ തകർക്കാൻ വേണ്ടി ആര് അസൂയപ്പെട്ടിട്ട് പിന്നിൽ കൂടിയാലും അവർ അവസാനം ഖേദിച്ചതേ ചരിത്രമുള്ളൂ. അപ്പോൾ ഏതൊരു വിഷയം, ഇപ്പോൾ ഉദാഹരണത്തിന് നോളജ് സിറ്റിയുടെ വിഷയമാണെങ്കിലും അത് ആദ്യമായിട്ട് അതിൻ്റെ ഒരു പള്ളി നിർമ്മാണ സമയത്ത് എന്തെല്ലാമാണ് ഉസ്താദിനെ ആരോപണങ്ങൾ പറഞ്ഞ്, എവിടെയാണ് പള്ളി, പൈസ ഉണ്ടാക്കി കണക്ഷനാക്കി അതിനെല്ലാം എന്താക്കി ഉസ്താദ് അതിൻ്റെ റിപ്പോർട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം നോളജ് സിറ്റി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അതുപോലെ ഉസ്താദിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വളരെ യുക്തിഭദ്രമായ അത്ഭുതകരമായ ജീവിതമാണ് ഉസ്താദിൻ്റെ. അതിൻ്റെ യാഥാർത്ഥിക ആർക്കും മനസ്സിലാവണമെന്നില്ല. കാരണം അല്ലാഹു തആല ഒരാളെ ഉയർത്താൻ ശ്രമിച്ചാൽ, മക്കളെ, ആരും നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾക്ക് തകർക്കാൻ കഴിയൂല എന്നതാണ് വാസ്തവം. കാരണം ഈ ലോകം നിയന്ത്രിക്കുന്നത് ഒരു മനുഷ്യനല്ല, സൃഷ്ടാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന ആ ഉസ്താദിനെ ആർക്കും ഇനി തകർക്കാൻ കഴിയില്ല കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ കുറേ മീഡിയകളിൽ ഇങ്ങനെ ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പരിഹസിക്കുന്നതും ഉസ്താദിനെ ഉപദേശിക്കുന്നതിനെ കാണുന്നു. ഉസ്താദിനെ ഉപദേശിക്കാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? സ്വന്തമായിട്ട് സ്വന്തം ശരീരത്തിനോട് ഉപദേശിക്കടോ. നീ ഉസ്താദിനെ എന്താണ് ഉപദേശിക്കാൻ വരുന്നത്? സ്വന്തം നന്നാവ്. ഉസ്താദിനെ ഉപദേശിക്കാൻ വരണ്ട. ഉസ്താദിന് എല്ലാ കൃത്യമായ നിലപാട് ഇത്ര പ്രായമായിട്ടും ഉണ്ട്. ഉസ്താദ് ഒരാൾക്കും ഉപദ്രവമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് ഈ ലോകം സാക്ഷിയാണ്. പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതുകൊണ്ട് ഉസ്താദിനെ ആരും ഉപദേശിക്കാൻ വന്നുകൊണ്ട് ഇവിടെ പരിഹസിക്കാൻ നോക്കണ്ട. കാരണം ഉസ്താദിൻ്റെ നിലപാട് അത്ര ഭദ്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെ പോലെ ദിവസത്തിനൊരു നിലപാട് മാറ്റി പറയുന്ന ആളല്ല ഉസ്താദ്. ഉസ്താദിൻ്റെ നിലപാട് ഉറച്ചതായ, വളരെ ഭദ്രമായ നിലപാട്. ഒരിക്കലും മാറ്റി പറയേണ്ട ഒരു അവസ്ഥ ഉസ്താദിൻ്റെ വാക്കുകൾക്കില്ല. അത്രക്കും വളരെ കറാമത്തുള്ള, വളരെ ഭദ്രമായ ഒരു സംഭവമാണ് ഉസ്താദ്. അപ്പോൾ അതിൽ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അസൂയപ്പെട്ടവർ
അസൂയ കൊണ്ട് നശിച്ചു പോവുകയല്ലാതെ ഒന്നും കാര്യം നേടാനില്ല. വെറുതെ നിങ്ങളുടെ ജീവിതം എന്തിനാണ് പാഴാക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ഉസ്താദിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് ഉസ്താദിനെ ഇങ്ങനെ പരിഹസിച്ചിട്ട് ഉസ്താദിനെ ആരോപണം പറഞ്ഞിട്ട് നിങ്ങൾ ഒരല്പം കാശുണ്ടാക്കിയിട്ട് ഇവിടെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. ഉസ്താദിൻ്റെ ജീവിതം കൊണ്ട് എത്ര ആളാണ് ഇവിടെ സന്തോഷിക്കുന്നത്, എത്ര ആളുകളാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്, എത്ര ആളുകളാണ് വിദ്യാഭ്യാസം നേടിയത്. 2 നിലക്കുള്ള ഭൗതികവും ധാർമ്മികവും എല്ലാ വിദ്യാഭ്യാസവും ഉസ്താദിൻ്റെ ഒരു ആ പരിശ്രമം മുഖേന എത്ര ആയിരക്കണക്കിന് ആളുകളല്ലേ അതിന് നേടിയത്. മാത്രമല്ല ആരും തണലില്ലാത്ത എല്ലാവർക്കും തണലായ ഉസ്താദ്, ആ ഉസ്താദിൻ്റെ ആ ഒരു പ്രവർത്തനം അത് കണ്ട് അപ്പോൾ അസൂയാലുക്കൾ ഒരുപാട് ഉണ്ടാവും. അത് ലോകത്ത് ഏതൊരാൾക്കും അസൂയാലും ഉണ്ടായിട്ടുണ്ട്. ഏതൊരു നല്ല മനുഷ്യനും എത്ര വില ഉയർന്നതിനനുസരിച്ച് അസൂയാലുക്കളും ശത്രുക്കളും കൂടുതലുണ്ടാകും. അത് ഉസ്താദിൻ്റെ പഴയകാല പ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടതാണ്. ആരെന്ത് വിമർശിച്ചാലും നിങ്ങൾ അതിനെ ശ്രദ്ധിക്കണ്ട, നിങ്ങൾ മുന്നോട്ട് നടക്കുക. ആ വിമർശിക്കുന്നവരുടെ വിമർശനം കേൾക്കാൻ നിൽക്കരുത്, നിന്നാൽ നിങ്ങൾ അവിടെ ബാക്കിയായി പോവും എന്ന ഉസ്താദിൻ്റെ ആ ഒരു വളരെ ഹിമ്മത്തോടു കൂടെയുള്ള വാക്കുകൾ നമ്മൾക്ക് ധൈര്യമാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഉലമക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദിൻ്റെ ആ നിലപാട് അത് ഇനിയും കൂടുതൽ ഉസ്താദിൻ്റെ ആ ഒരു അല്ലാഹു തആല അവിടുത്തെ ആ മഹത്വത്തെ കൂടുതലായിക്കൊണ്ട് അല്ലാഹു തആല ഇനിയും ഉയർച്ചകളിൽ നിന്നും ഉയർച്ചകളിലേക്ക് അല്ലാഹു തആല എത്തിച്ച് കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് നയിക്കുന്ന ആ സംഘടനയെ അല്ലാഹു തആല വളരെ ഭംഗിയായി വളരെ നന്നായ നിലക്ക് അതിൻ്റെ ഉന്നതിയിലേക്കെത്താൻ ഉന്നതി പ്രാപിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഉസ്താദിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഉസ്താദിന് വേണ്ടി റമദാൻ മാസത്തിൽ മുഴുവനായി ഉസ്താദിന് വേണ്ടി ദുആ ഇറക്കുക. ഉസ്താദിൻ്റെ ആ ഒരു ആഫിയത്തിന് വേണ്ടി ദീർഘായുസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ഉസ്താദിനെ കൊണ്ട് നമ്മൾക്കറിയാതെ ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ട്, പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ വിമർശിക്കുന്നവരടക്കം അവർക്കും ഒരുപാട് നേട്ടങ്ങൾ ഉസ്താദിനെ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അവർ അത് അറിയുന്നില്ല എന്ന് മാത്രം. ഉസ്താദിനെ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് ഉസ്താദിനെ വിമർശിക്കുകയാണ്. എന്തോ ഒരു ചെറിയ അവർക്കുള്ള ലാഭം കൊണ്ട് ആ ലാഭത്തിനെ മാത്രം നോക്കിക്കൊണ്ട് ഉസ്താദിനെ ഇങ്ങനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഉസ്താദ് അതിലൊന്നും ശ്രദ്ധിക്കാതെ ഉസ്താദ് അവിടുത്തെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. മക്കളെ, ആരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു തആല ഉസ്താദിൻ്റെ ആ ലക്ഷ്യങ്ങൾ വളരെ സന്തോഷകരമായി അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാ ശത്രുക്കളുടെ ശല്യത്തിൽ നിന്നും അല്ലാഹു തആല ഉസ്താദിനെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആലിമീങ്ങളെല്ലാം അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ കാവലിലാക്കി കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.